കല്യാണം കഴിഞ്ഞിട്ട് കുറെ നാളായില്ലേ മക്കളെ, ഒരു കുഞ്ഞിക്കാലൊക്കെ വേണ്ടായോ? മലയാളിയെ വാഴത്തൈക്ക് കുറച്ച് ഡിമാൻഡ് ഉണ്ട്, കുറച്ച് ഇറക്കി വെക്കണ്ടായോ? നോക്കാം. നിന്റെ തിങ്കളാഴ്ച നോയമ്പിന്ന് മുടക്കും ഞാൻ അന്ന മൂടങ്ങ് പോയി. എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു. വേണ്ടാത്ത പണിയായിരുന്നു, മെനക്കേടായിരുന്നു. നിങ്ങൾ എവിടെ പോയി കിടക്കുമായിരുന്നു മനുഷ്യ? ഞാൻ കാത്തിരിക്കുമല്ലായിരുന്നോ? എന്തായാലും നനങ്ങി നീ കുളിച്ചു കയറാ. അയ്യോ ഈ ലാക്ടോജനൊക്കെ കൊടുക്കാൻ പറയും, ഈ ആളുകളൊക്കെ പറയും ജൈവവളമാണ് നല്ലത്. പക്ഷെ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് മുലപ്പാലാണ് നല്ലത് ശരിക്കും. പക്ഷെ തഴച്ചങ്ങോട്ട് വളരണമെങ്കിലേ ഇതെന്തോടെ കയ്യില്? ഇത് കൊച്ചിനുള്ളത്, ഇത് വാഴയ്ക്കുള്ളത്. മോളെ ചേട്ടൻ എന്തൊക്കെയാ കൊണ്ടുവന്ന് നോക്കിയേ. അയ്യോ ഇത് കടലപ്പിണ്ണാക്ക, ഇത് വാഴയ്ക്കുള്ളതാ. രണ്ടിനും കറക്റ്റ് ആയിരിക്കും കേട്ടോടാ മോനെ. വേനലിൽ പൊള്ളാതെ നീർ പെയ്തു നീ ചെയ്യാതെ. എടാ നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല. കാരണം ഈ വാഴ കൊലക്കണമെങ്കിൽ 25 വർഷമെങ്കിലും എടുക്കും. അപ്പൊ നീ ഒന്ന് ആലോചിച്ച് നോക്കി ആ കൊലയുടെ റേറ്റ് എന്തുവായിരിക്കും. കണ്ടാ മതിയായിരുന്നു. കാണാനൊന്നുമില്ല, ഇപ്പൊ ഇച്ചിരി ചവിട്ടും കുത്തുമൊക്കെ കുറവാ, പക്ഷെ വലുതായാലുണ്ടല്ലോ. ചേട്ടാ പെയിൻ എടുക്കുന്നു. മഴയാണല്ലോ, എങ്ങനെ കൊണ്ടു എണ്ണിക്കടി. റിസൾട്ട് വന്നായിരുന്നു. എന്നിട്ട് എന്തോ ആടാ? ഹലോ എടോ, താൻ ഇവിടെ കൊണ്ടുതന്ന വാഴക്കൊല മൊത്തം കേടാടോ. തന്റെ ഒരു 25 വർഷമായ വാഴക്കൊല എടുത്തോണ്ട് പോടോ. എന്തോരം പ്രതീക്ഷ കൊടുത്ത് വളർത്തിയതാ. നമ്മുടെ മോനെയോ അതോ വാഴയോ? രണ്ടും എന്നെ ചതിച്ച്. കാരണവന്മാര് പറയുമായിരുന്നു ഉണ്ടാക്കിയ സമയത്ത് വാഴ വെച്ചാൽ മതിയായിരുന്നു. ആ പാതിരാത്രി സമയത്തെ ഇത് രണ്ടും ഞാൻ വെച്ച്, രണ്ടും എന്നെ ചതിച്ചു. അച്ഛാ നീ എന്നോട് മിണ്ടണ്ട, ഇറങ്ങിക്കോണം ഇപ്പൊ വീട്ടിൽ നിന്ന്. ആ പോന്ന വഴിക്ക് ആ പേട്ടുപോലെയും കൂടെ എടുത്തോണം, പോകണം. എടാ നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തടാ. അച്ഛൻ ശരിക്കും ഒന്ന് സ്കൂൾ റീയൂണിയൻ ആണോ പോകുന്നേ? എന്താടാ അങ്ങനെ വെച്ചേ? അതോ വല്ല ഇന്റർവ്യൂ വല്ലാണോ? ഇതെന്തോ വെച്ചോ ഇത്? ഫുള്ള് ബട്ടൺസ് ഒക്കെ ഇട്ട്, ഇത് ബട്ടൺസ് തുറന്നിട്, സ്റ്റൈലായിട്ട് പോകണ്ട ഇതൊക്കെ. എടാ ഇങ്ങനൊക്കെ തുറന്നിട്ടുണ്ട് പോയാലോ അവന്മാരെന്നെ കരടിന്ന് വിളിക്കോടാ. പോണിച്ചു കരടിയോ? അതിന് ഇച്ചിരി കളഞ്ഞാ പോരാ? എടാ ഷേവിങ് ഒന്നും എനിക്ക് ശരിയാവത്തില്ലടാ. ഓ എന്നാ പിന്നെ അച്ഛനെ ഈ മാൻകോഡിന്റെ ഹെയർ റിമൂവൽ സ്പ്രേ യൂസ് ചെയ്താൽ പോരായോ? അച്ഛാ, അച്ഛന്റെ ശരീരത്തിൽ ഹെയർ ഉണ്ടല്ലോ, വേദന ഇല്ലാതെ എളുപ്പൊന്നും ഇതുപയോഗിച്ച് റിമൂവ് ചെയ്യാം. ഇതിനകത്ത് നമ്മുടെ ലെമന്റെ ഫ്രാഗ്രൻസ് ഉണ്ട്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ച് പീൽ എക്സ്ട്രാക്ട്, സീഡ് ഓയിൽ, പിന്നെ ഗ്ലിസറിന്. അതുകൊണ്ട് തന്നെ അച്ഛന്റെ സ്കിന്ന് നല്ല സ്മൂത്ത് ആവും. പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഇറിറ്റേഷൻ ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ യൂസ് ചെയ്യാവൂ. അച്ഛോ പിന്നെ പ്രൈവറ്റ് പാർട്ടിലൊന്നും യൂസ് ചെയ്തേക്കല്ലേ. ഇതെങ്ങനെയാണോ യൂസ് ചെയ്യുന്നേ? ആദ്യം നമ്മുടെ ബോഡിയിൽ എവിടെയാണോ ഹെയർ റിമൂവ് ചെയ്യേണ്ടത് അവിടെ ഈ സ്പ്രേ അപ്ലൈ ചെയ്യുക. എന്നിട്ട് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ടിഷ്യൂ പേപ്പർ കൊണ്ടോ തുണി കൊണ്ടോ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തുടയ്ക്കുക. സിമ്പിള്. ഇതെങ്ങനെ വാങ്ങിക്കും? ഇതിനെ അച്ഛന് വീണ്ടും വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷനിലും പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഷർട്ടൊക്കെ തുറന്നിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ട് പോയിട്ട് വാ. ചേട്ടാ മനുഷ്യ നിങ്ങൾ എങ്ങോട്ട് പോവാ? വാഴയൊന്ന് ചാരിങ്ങ കൊടുക്കാൻ വേണ്ടി പോവാ. എനിക്ക് സ്കൂളിലെ ക്ലാസ് കൊണ്ട് മാത്രമേ പറ്റുന്നില്ല പഠിക്കാന്. അപ്പൊ ട്യൂഷൻ എന്തെങ്കിലും ഒന്ന് പോയായിരുന്നേ കൊള്ളായിരുന്നു. അതാകുമ്പോളെ ഒരു സപ്പോർട്ടും ആവും, ഒരു താങ്ങും. ഓക്കെ ചേർന്നു. ശരി അച്ഛാ. ചുമ്മാ വാഴയില കൊല കുത്തി പറിക്കാൻ വേണ്ടി എന്താടാ? രാവിലെ പിള്ളേരെ വിളിക്കാൻ വേണ്ടി ചെറുക്കനെ നശിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തന്മാർ രാവിലെ ഇറങ്ങിയേക്കും. നീ ഇവിടെ പോടാ.
രാവിലെ എന്തായാലും ഇരുന്ന് പഠിക്കാം. കയറി പടാകത്ത്. ആ പടാ, നീ പടാ. അച്ഛാ ശരിക്കും ഇതല്ല പ്രശ്നം. അതെന്തോടാ? ചേട്ടാ നമ്മുടെ വാഴയുടെ സൈഡിലെ ഒരു കുഞ്ഞു കുട്ടിവാഴ കളിച്ചു വരുന്നു. കൂടെ പഠിച്ച കൊച്ച പറ്റിപ്പോയതാ, സ്വീകരിക്കണം. കഞ്ചേറി ഞാൻ ഒന്നും ചെയ്യല്ലേ മനുഷ്യ. ഈ രണ്ടെണ്ണത്തിനെ ഞാൻ വെട്ടുപടി. ഒന്നും ചെയ്യല്ലേ. അച്ഛാ, ഇനി ഈ രണ്ടു വാഴ ഈ വീട്ടിൽ വേണ്ട, രണ്ടിനെ ഞാൻ വെട്ടും. അച്ഛാ വേണ്ട അച്ഛാ. ഡാ, ഡാ. എടാ നിനക്കെന്താ വട്ടായോ? എനിക്ക് ഈ പേട്ടുവാഴ വേണ്ട. നീ അങ്ങോട്ട് മാറി. നീ ഇങ്ങോട്ട് വന്നേ. എടാ അവരിപ്പൊ നിനക്ക് പാഴ് വാഴയായിരിക്കും. നിങ്ങളോടല്ലേ ഡയലോഗ് അടിക്കില്ല? നിങ്ങളാ പറഞ്ഞത് 25 വർഷം കഴിഞ്ഞ് ആ കൊല കൊടുത്തു കഴിഞ്ഞാൽ നല്ല കാശ് കിട്ടുമെന്ന്. എടാ ഞാൻ അറിഞ്ഞു അതിങ്ങനെ പേടാവുന്നു. ഒരു വാഴയുടെ കൊല മാത്രമാണ് ഗുണം. എടാ മറ്റു പലതും ഉണ്ടല്ലോ, നീ ഒന്ന് ഇരുത്തി ഒന്ന് ചിന്തിച്ചേ. വാഴകൃഷിയിൽ പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് നമ്മുടെ ബലരാമേട്ടൻ. ചേട്ടൻ ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? കൊലയുണ്ടാക്കാത്ത വാഴയിൽ നിന്നും വാഴയില വെട്ടി ആദായം കണ്ടെത്താനുള്ള ഒരു ചിന്താഗതി എവിടെ നിന്നാണ് ചേട്ടന് കിട്ടിയത്? അത് പിന്നെ എന്റെ മോനാണ് ഇതിന് പറ്റിയ ഇൻസ്പിറേഷൻ മൊത്തം. അതെന്താണ് ബലരാമേട്ട, താങ്കളുടെ മകന് കൊലയില്ലേ? എന്റെ മോന് കൊലയില്ല, എന്നിട്ട് ആ ബിസിനസ്മാൻ ഇപ്പോൾ എവിടെ? ഒന്നിനും കൊള്ളത്തില്ലെന്ന് നാട്ടുകാർ മുദ്രകുത്തി. എന്റെ മോൻ ദേ ഇതാകുമ്പോ അവൻ കോലം കെട്ടി അവന്റെ കാശ് അവൻ ഉണ്ടാക്കുകയും ചെയ്യും, എനിക്കാകുമ്പോ ഇല വെട്ടി വിൽക്കുകയും ചെയ്യാം. ദേഹം അനങ്ങാതെ ഈ വാഴയ്ക്ക് ചെയ്യാൻ പറ്റിയ ഏക ജോലി ഇത് മാത്രമാണ്. അപ്പൊ ഗൈസ്, ഹെയർ റിമൂവ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ മാൻകോഡിന്റെ ഹെയർ റിമൂവൽ സ്പ്രേ യൂസ് ചെയ്ത് നോക്കുക. പിന്നെ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാവൂ. പിന്നെ പ്രൈവറ്റ് പാർട്സിലൊന്നും യൂസ് ചെയ്തേക്കല്ലേ. പിന്നെ വാങ്ങിക്കാനുള്ള ലിങ്ക് കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്തിട്ടുണ്ട്. വേണ്ടവർ വാങ്ങിച്ചോ. ടാറ്റാ.